ഹായ് കൂട്ടുകാരെ, അക്വാ ഫിഷ് ഹോബീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ അക്വേറിയം റീസ്റ്റോറേഷൻ വീഡിയോയിൽ പാർട്ട് 5 വീഡിയോ ആണ്. ഈ പെയിൻറ്റിംഗ് സംവിധാനം ഞാൻ കഴിഞ്ഞ അടുത്ത വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. ആ ബേസിനടുത്ത് കാണുന്ന കംപ്രസറാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്, ആ പഴയ ഫ്രിഡ്ജ് കംപ്രസർ. നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ചെറിയ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ അത്യാവശ്യമുള്ള സാധനം തന്നെയാണ്. പഴയ ഫ്രിഡ്ജിൻ്റെ കംപ്രസറും ഒരു PVC ഉണ്ടെങ്കിൽ നമുക്ക് ഇതാണ് PVC, ഞാൻ ഉപയോഗിക്കുന്ന PVC. അതിൽ നിന്ന് ഓസിട്ട് ഈ ഗണ്ണ് മാത്രമാണ് വിലയുള്ളത്. 500 രൂപ അടുപ്പിച്ച് വിലയുണ്ടാവും. നമ്മുടെ വീട്ടിലെ അക്വേറിയം സ്റ്റാൻഡ് പാനലിംഗ് ചെയ്ത് നല്ല വൃത്തിയായി എടുക്കുവാൻ ഈ വീഡിയോ ഫുള്ളായി തന്നെ കാണുക. അക്വേറിയം സ്റ്റാൻഡ് പാനലിംഗ് ചെയ്തെടുക്കാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോകളും കാണുന്നത് നന്നായിരിക്കും. എന്നാലും ഈ വീഡിയോയിലാണ് പാനലിങ്ങിൻ്റെ ശരിക്കുമുള്ള വീഡിയോ കാണിക്കുന്നത്. ഇപ്പോൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫൈബർ ഷീറ്റാണ് അക്വേറിയം സ്റ്റാൻഡ് പാനൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ ഷീറ്റ് എന്താണെന്ന് വീഡിയോയുടെ അവസാനം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ പെയിൻറ്റ് ചെയ്തെടുത്ത ഈ ഫൈബർ ഷീറ്റിനെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു, ആ ഫിറ്റ് ചെയ്തിരുന്ന തടി പീസിലേക്ക് സ്ക്രൂ ചെയ്തെടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഈ ഫൈബർ ഷീറ്റിൽ പെയിൻ്റ് അടിച്ചിരിക്കുന്ന ഭാഗം പുറകിലാക്കിയാണ് നമ്മളിത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഈ ഫൈബർ ഷീറ്റിന് പകരം നമുക്ക് വെയിറ്റ് കുറഞ്ഞ മറ്റേത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് ഹോബിയായിട്ട് ചെയ്യുന്നവർ അധികം പൈസ ഇല്ലാതെ ചെയ്യുന്നത് നന്നായിരിക്കും. ഞാൻ ഞായറാഴ്ചകളിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഏകദേശം 3 മാസം എടുത്തു ഈ വർക്ക് പൂർത്തിയാക്കാൻ, 12 ദിവസം. മുകളിലുള്ള പാനലിംഗ് കഴിഞ്ഞു. താഴെ പാനൽ ചെയ്യുന്നത് ഞാൻ വ്യക്തമായി കാണിച്ചു തരാം. ഈ സംവിധാനം ഈ വിധത്തിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോഫ്റ്റ് ആയിട്ട് ക്ലോസ് ആവുന്നതായിരിക്കും. മുകൾ ഭാഗത്ത് ഞാൻ 2 പാർട്ടായിട്ടാണ് പാനലിംഗ് ചെയ്തിട്ടുള്ളത്, 2 പീസായിട്ടാണ്. എന്നാൽ താഴെയുള്ള ഭാഗത്ത് ഒറ്റ പീസായി മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നേരത്തെ ഉപയോഗിച്ച ഹിഞ്ചസ് താഴെ 2 മുകളിൽ 4 വേണ്ടി വന്നു. ഞാൻ ഈ വർക്ക് സ്വന്തമായിട്ട് ചെയ്യുന്നു. ഈ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ എത്ര രൂപയാകും എന്ന് കമൻ്റ് ഇട്ടാൽ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതൊരു സഹായം ആവും. കിച്ചൺ കബോർഡ്, അലുമിനിയം ഫൈബ്രിക്കേഷൻ എല്ലാം ചെയ്യുന്നവർക്കാണല്ലോ ഈ വർക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നമ്മളുടെ പാനലിംഗ് വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനായി എടുത്ത ഷീറ്റ് എവിടെ നിന്നെന്നാണ് കാണിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടർ മോണിറ്ററുകളിലും LED TVകളിലുമാണ് ഈ ഷീറ്റ് പ്രധാനമായും വരുന്നത്. LED TV ആണെങ്കിൽ 22 ഇഞ്ച് 24 ഇഞ്ച് എല്ലാത്തിലും വരും. വലിയ LED TVകളിൽ ഇത് സാധാരണ വരില്ല. ഇത് ഫൈബർ ഷീറ്റാണ്. ഇത് വാങ്ങാൻ കിട്ടും. ഈ ഷീറ്റിൻ്റെ പേര് അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. പേര് വ്യക്തമായിട്ട് അറിയില്ല. ഈ ഷീറ്റ് ഹാർഡ്വെയർ കട പോലെയുള്ള ഷോപ്പുകളിൽ കിട്ടും. ഈ ഷീറ്റ് മറ്റേ കാർ പോർച്ചൊക്കെ ചെയ്യാൻ അവിടെ ഇത് ഉണ്ടാവും. ആ ഷീറ്റ് പോളി കാർബൺ ഷീറ്റ് അതല്ല, ഇത് അതുപോലത്തെ ഷീറ്റ് തന്നെയാണ്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത് സ്റ്റാൻഡിൽ അക്വേറിയം സെറ്റ് ചെയ്യുന്ന വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും.